ഈ അവയവദാനം ശരിക്കും ശരിയോ തെറ്റോ എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം നല്ല നല്ല സംശയങ്ങൾ, ചോദ്യങ്ങൾ കമന്റിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഒരു നല്ലൊരു ചോദ്യം വന്നത്, ഈ അബോർഷനൊക്കെ ആകുന്ന കുട്ടികളെ, കൊച്ചുകുട്ടി ഭ്രൂണം വളർച്ച വരാത്ത കുട്ടികളുടെയൊക്കെ ശരീരങ്ങൾ മരുന്നിലൊക്കെ വെച്ച് സൂക്ഷിച്ച് ഹോസ്പിറ്റലിലൊക്കെ വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ ആത്മാക്കൾ, അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഈ മരുന്നിൽ വെച്ച് സൂക്ഷിക്കുന്ന ഈ ഒരു പരിപാടി ശരിക്കും എന്നാണ് തുടങ്ങിയതെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് ഈ മോഡേൺ സയൻസ് വന്നതിന് ശേഷമാണ് ഈ മരുന്നിൽ വെച്ച പരിപാടി ഇപ്പോൾ ഉള്ളത്. പക്ഷെ എന്നാൽ ഇതേ മോഡേൺ സയൻസ് എന്ന് നമ്മൾ പറയുന്ന അതിനെക്കാട്ടിയും വലിയ ടെക്നോളജി ഉണ്ടായിരുന്ന ഏലിയൻസ് ഭൂമിയിൽ അവർ വാഴ്ന്നുകൊണ്ടിരുന്ന സമയത്ത്, അവർ 3 ഡയമെൻഷനിലെ മനുഷ്യരുടെ ഇടയിൽ അവർ ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലുള്ള രാസവസ്തുക്കൾ അവർ അന്ന് ഉപയോഗിക്കുകയും അതൊക്കെ നമ്മുടെ പിരമിഡിൽ ഈ മമ്മീസൊക്കെ സൂക്ഷിക്കാനായിട്ടൊക്കെ ആ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഏലിയൻസ് അല്ലെങ്കിൽ അവരുടെ ശാസ്ത്രം തന്നെയാണ് ഇപ്പോ മനുഷ്യർ ഈ രീതിയിലൊക്കെ മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനമൊക്കെ ഒന്ന് തന്നെ. അന്നും ഇതേപോലെ ബോഡീസ് ഒക്കെ എടുത്ത് അഴുകാതെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇന്നും ആ പരിപാടികളൊക്കെ നമ്മൾ ആധുനിക ശാസ്ത്രം ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് പോലെ അറിവില്ലായ്മയാണ്. കാര്യം അവർക്ക് ഈ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളോ ഇതിനുശേഷം അനുഭവിക്കുന്ന വിഷയങ്ങളോ അതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിവില്ല. പ്രത്യേകിച്ച് നമ്മുടെ ശാസ്ത്രം, അവരാ ശാസ്ത്രത്തിൽ വിശ്വസിക്കുകയുള്ളൂ. അതിനപ്പുറത്തോട്ട് ഈ ആത്മാവും മരണശേഷമുള്ള ജീവിതാനെ കുറിച്ചൊന്നും തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട്, അവർ ഉദ്ദേശിക്കുന്ന തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട്, 3 ഡയമെൻഷണൽ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അതിലോട്ടൊന്നും കാര്യമില്ല. അവർ ശാസ്ത്രത്തിനനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. പണ്ട് ഈ മമ്മീസ്, എന്റെ അടുത്ത് ഒന്നിനോട് സംശയം ചോദിച്ചതാണ്, മമ്മീസൊക്കെ സൂക്ഷിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾക്ക് എന്താണ് അവസ്ഥ? ഇത് ഒരു പ്രധാന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിന്റെ പ്രധാന കാരണമേ മോക്ഷം ലഭിക്കാത്തത് കൊണ്ടാണ്. ഈ മോക്ഷം എന്ന് പറയുമ്പോൾ പൂർണ്ണ മോക്ഷവുമുണ്ട്, ജന്മമോക്ഷമുണ്ട്. കാര്യം ഒരു ജന്മത്തിൽ നിന്ന് മോക്ഷം ലഭിച്ചാലേ അടുത്ത ജന്മം കിട്ടി ബാക്കി പല കാര്യങ്ങൾ പഠിക്കാനും ആഗ്രഹങ്ങൾ തീർക്കാനും. കാര്യം ഈ ആത്മവളർച്ച ഇല്ലാത്ത ആത്മാക്കൾക്ക് ഭൗതികമായിട്ടും പല ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കാണും. ഇതെല്ലാം തീർക്കുന്നതെല്ലാം ഈ ഒരു ശരീരം കിട്ടുമ്പോഴാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പല പല ജന്മങ്ങൾ എടുക്കണം. അപ്പൊ അതിനൊരു ആർത്തി ഈ ആത്മാവിന് കാണും. അപ്പൊ അതിന് ഖണ്ഡിച്ചും കൊണ്ടാണ് ഒന്നും പറ്റാത്ത ലെവലിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥ വരുന്നത്. ഇപ്പൊ നമ്മളെ തന്നെ ഒരു മരുഭൂമിയിലോ അല്ലെങ്കിൽ ഒരു കൊടുങ്കാട്ടിലോ നമ്മളെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് അവിടെ കൊണ്ടങ്ങ് എവിടെയെങ്കിലും ആരോ കൊണ്ടങ്ങ് ആക്കിയിട്ട് അങ്ങ് പൊക്കളഞ്ഞാൽ നമ്മൾ ആ കാട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് എന്തായിരിക്കും അവസ്ഥ? കഴിക്കാനോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, മരുഭൂമിയിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതേപോലുള്ള ഒരു അവസ്ഥയാണ് ഈ മരണശേഷം ആത്മാവ് ശരീരം വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അതിനെയാണ് ഈ അലഞ്ഞുതിരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾ തീർക്കാനും അല്ലെങ്കിൽ അവരുടെ പ്ലാനുകൾ മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇങ്ങനെയൊക്കെ പല രീതിയിൽ, പ്രധാനമായിട്ട് ചിലപ്പോൾ അച്ഛനെ അമ്മയുടെ ഭയങ്കര സ്നേഹമുള്ള ആത്മാവായിരിക്കും, മക്കളടുത്തൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റുള്ള ആത്മാവായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തില്ലല്ലോ, അയ്യോ പെട്ടെന്ന് ഞാനങ്ങ് മരിച്ചു പോയത്. പക്ഷെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ആത്മാവ് എന്നതുകൊണ്ട് ഒന്നും പറ്റില്ല. അപ്പൊ ആരുടെയെങ്കിലും ശരീരത്തിലൂടെ അവർ വലിഞ്ഞു കയറി ഇവരുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ ആത്മാവിനെ മറ്റു ഡയമെൻഷനിലുള്ള അതൃശക്തികൾ ഈ ആത്മാവിനെ കൊണ്ടുപോകണം. ഒന്നുകിൽ പോസിറ്റീവിലോട്ട് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ നെഗറ്റീവിലോട്ട് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കാനായിട്ട് കൊണ്ടുപോകണം. എന്തെങ്കിലും ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ അവരെ വേണ്ടാതെ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത് ഭൂമിയിൽ തന്നെ നിന്ന് കറങ്ങി മറ്റുള്ള വ്യക്തികളിലേക്ക് വലിഞ്ഞു കയറുകയും അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങളൊക്കെ തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇതിനെയാണ് ഈ അലഞ്ഞു തിരിയുക എന്ന് പറയുന്നത്. അപ്പൊ ഈ കൊച്ചുകുട്ടി ഭ്രൂണമായി നിൽക്കുമ്പോൾ മരണപ്പെടുമ്പോ ഈ ആത്മാവ് ഈ അലിഞ്ഞു തിരിയേണ്ട അവസ്ഥയിൽ വരും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് എത്ര നാള് നമ്മുടെ കണ്ണിൽ, 1 ദിവസമാണോ 2 ദിവസമാണോ 1 വർഷമാണോ, ഇതൊന്നും കണക്ക് നമ്മളുടെ കയ്യിലല്ല. ഇതിന്റെ കണക്കുകളെല്ലാം മറ്റ് അദൃശ്യ ശക്തികളുടെ കയ്യിലാണ്. ഇത് എങ്ങനെ കണക്കാക്കുന്നു? ഈ ആത്മാവ് ശരീരം വിട്ട് കഴിയുമ്പോൾ ആത്മാവ് നിർജ്ജന പ്രദേശത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ലെവലിൽ ഇങ്ങനെ അലിഞ്ഞു നടക്കും. തിരിച്ച് മറ്റു ശരീരത്തിൽ കയറാൻ ശ്രമിക്കുമ്പോൾ കയറാനും കഴിയില്ല. കാരണം ഈ ആത്മാവിനെക്കാട്ടിലും ബലഹീനമായ ആത്മാവുള്ള ഒരു വ്യക്തിയിലെ ഈ ആത്മാവിനെ കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ആത്മാവിനെക്കാട്ടിലും കുറച്ച് പവർഫുള്ളായ ആത്മാവുള്ള വ്യക്തിയിലേക്ക് വലിഞ്ഞു കയറാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള ശരീരം അന്വേഷിച്ച് നടക്കണം. അങ്ങനെ വരുമ്പോഴാണ് സ്വന്തം അവയവം വെച്ചും കൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു പാലമാണ്. അതായത് അങ്ങോട്ട് കയറാനുള്ള ഒരു വഴി അവിടെ ആൾറെഡി ഓപ്പൺ ആണ്, അവകാശമുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ നോക്കുന്നത്. അതേസമയം അങ്ങനെ ഒരു അവയവോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ യാതൊരു സാധനങ്ങളോ ഒന്നും മറ്റേ വ്യക്തി ഉപയോഗിക്കുന്നില്ല. ചിലപ്പോൾ ഒരു കളിപ്പാട്ടം, ഒരു കൊച്ചു കുട്ടിയുടെ ലെവലിൽ നിൽക്കുന്നതാണെങ്കിൽ ഒരു കളിപ്പാട്ടം, ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ പോയാലും ഈ കളിപ്പാട്ടം ആ കുട്ടിയുടെ കയ്യിൽ ഇരിക്കുന്നത് കാരണം ഈ ആത്മാവ് അതിന്റെ പുറകെ പോകാൻ സാധ്യതയുണ്ട്. വലിഞ്ഞു കയറുകയില്ല എന്നുള്ളത് പിന്നത്തെ കേസ്. അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ
ഈ ആത്മാവിന് ഇഷ്ടപ്പെട്ടുള്ള എന്ത് സാധനം മറ്റു വ്യക്തിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എല്ലാം അലിഞ്ഞുതിരിയും. പക്ഷെ ഈ അലിഞ്ഞുതിരിയുന്ന സമയത്ത് ഈ ആത്മാവ് സദാ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, നിലവിളിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു വീട്ടിലുണ്ട്, നമുക്ക് മക്കളുണ്ട്, കുടുംബമൊക്കെ ഉണ്ട്, നമുക്കൊരു വിഷയം വന്നു, ഭയങ്കരമായ ഒരു പ്രശ്നം. നമ്മൾ സദാ ജോലി ചെയ്യണ സമയത്തും ഉറങ്ങണ സമയത്തും കുളിക്കുന്ന സമയത്തും ജോലിക്ക് പോണ സമയത്തും കിച്ചണിൽ നിൽക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ മനസ്സുകൊണ്ട് ആ പ്രശ്നത്തെ കുറിച്ച് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതില് മാറ്റമൊന്നുമില്ല. നമ്മൾ ദൈവത്തെ വിളിച്ചില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കും. ഇത് തന്നെയാണ് പ്രാർത്ഥന എന്ന് ഞാൻ പറയുന്നത്. മനസ്സുകൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവം കേട്ടുകൊണ്ടിരിപ്പുണ്ട്, അല്ലെങ്കിൽ ആ പ്രകൃതി അറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഇതേ പ്രാർത്ഥന ആത്മാവായി നിൽക്കുമ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കും. കാരണം ശരീരമില്ലെന്നേ ഉള്ളൂ, പക്ഷെ ആ മനസ്സ് പുറത്ത് നിൽപ്പുണ്ടല്ലോ, മനസ്സാണല്ലോ. ഈ മനസ്സ് സദാ ദൈവത്തോട് കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അടുത്ത ഡയമെൻഷനിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് അടുത്ത ജന്മം തരണം, എനിക്ക് ഇവിടെ വിട്ടുപോകണം, അല്ലെങ്കിൽ എനിക്ക് വേറെ ആരുടെയെങ്കിലും ശരീരത്തിൽ എന്നെ ഒന്ന് കേട്ട് എന്റെ ആഗ്രഹം തീർക്കട്ടെ, ഇങ്ങനെ സദാ പ്രവൃത്തി മനസ്സുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് എത്രത്തോളം പറഞ്ഞ് നിരാശ കൈയും കാലും പിടിക്കുന്ന ലെവലിൽ വരെ ആ പ്രകൃതിയോട് കിടന്ന് യാചിക്കും. ഇത് കേട്ടാണ് എത്ര നാൾ അലയണ്ടേ എന്ന് മറ്റ് അദൃശക്തികൾക്ക് പ്രകൃതി ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അതനുസരിച്ച് ഈ ആത്മാവിനെ ചിലപ്പോൾ മോക്ഷം കൊടുത്ത്, മോക്ഷം എന്ന് പറഞ്ഞാൽ ജന്മമോക്ഷമായിരിക്കും കൂടുതലും വരുന്നത്, ജന്മമോക്ഷം കൊടുത്ത് അടുത്ത ജന്മം കൊടുക്കുകയോ മറ്റ് ഇതിനെ പറ്റിയ ശിക്ഷകളെല്ലാം മറ്റ് ഡയമെൻഷൻ കൊണ്ട് തീർക്കുകയോ ഒക്കെ ചെയ്തിട്ട് അടുത്ത പ്രോസസ് തുടർന്ന് നടക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. അപ്പൊ ഈ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതൊരവസ്ഥയിലോ നമ്മളുടെ അവയവങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ ഈ അവയവം എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ആരുടെ കയ്യിലാണ്, ആ ഭാഗത്ത് ഈ ആത്മാവ് ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത ജന്മം കിട്ടി പോയെന്നിരിക്കും. ഇത് മറ്റ് ഡയമെൻഷനിലെ അദൃശക്തികളുടെ പ്ലാനാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ പിരമിഡിലൊക്കെ ഉള്ള മമ്മീസ് അല്ലെങ്കിൽ ഈ ശവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, അതും ഇതേപോലെ ആത്മാക്കൾ ഏതോ ഒരു സ്ഥലത്തിലേക്ക് വിട്ടുപോകുന്നു, നമ്മളെ ശരീരം ഉപേക്ഷിച്ചു പോകുന്നു. പക്ഷെ പോകുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ ദൈവമെന്ന് സങ്കല്പിച്ചിരിക്കുന്ന ആ ശക്തിയിലേക്ക് പോകും എന്ന് വിശ്വസിച്ചും കൊണ്ട് മരിക്കുന്ന ആത്മാക്കൾ അങ്ങോട്ട് പോകും. അവർക്ക് ജന്മമോക്ഷം കിട്ടി. ചിലപ്പോൾ നെഗറ്റീവ് ശക്തിയായിരിക്കും കൊണ്ടുപോകുന്നത്, അത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി നമ്മൾ എവിടെയൊക്കെയോ കറങ്ങി നടന്നിട്ട് തിരിച്ച് എന്റെ ശരീരത്തിലൂടെ കയറിയിട്ട് ഭാവിയിൽ ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആത്മാക്കളാണെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില നെഗറ്റീവ് ശക്തികളുണ്ട്. ആ നെഗറ്റീവ് ശക്തികളാണ് ഇവർക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് നിന്റെ ശരീരം നീ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ അടുത്ത കാലത്ത് നീ വരുമ്പോൾ നിനക്ക് അന്നും ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി സ്വർണവും പണവും ഒക്കെ ആവശ്യമുണ്ടല്ലോ, അല്ലെങ്കിൽ നീ മറ്റൊരു ലോകത്ത് പോകുമ്പോഴും നിനക്ക് സ്വർണവും പണവും തുണിയും ഒക്കെ ആവശ്യമുണ്ട്, എല്ലാം നീ ശേഖരിച്ച് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തികളെ മനസ്സിനെ ഇങ്ങനെയുള്ള തെറ്റായ ധാരണ കൊടുത്ത് മരണപ്പെടുത്തി ഈ ആത്മാവിനെയൊക്കെ ഈ നെഗറ്റീവ് ആശ്ചര്യ ശക്തികൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവരെ പൊട്ടം കളിപ്പിക്കുകയാണ്, ഇവരെ പറ്റിച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇവരിപ്പം നാളെ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെ തിരിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഇതൊക്കെ വെച്ച് ഉപയോഗിക്കാം എന്നും പറഞ്ഞൊക്കെയാണ് ഇവര് ശരീരത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കളൊക്കെ ഈ അദൃശക്തികൾ തന്നെ അല്ലെങ്കിൽ ഏലിയൻസ് ഒക്കെ തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ പലതും കബളിപ്പിക്കപ്പെട്ട സാധനങ്ങൾ. മരണശേഷമാണ് മനസ്സിലാവുന്നത്, അയ്യോ നമുക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ എന്നുള്ളത് മരണശേഷമേ ആത്മാവിന് പിടികിട്ടുള്ളൂ. അപ്പോഴേക്കും എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കും. ഇതൊക്കെയാണ് പണ്ട് നടന്നിരുന്ന സംഭവങ്ങൾ. പിന്നെ ഈ മരണശേഷം നമ്മൾ ശരീരം കത്തിച്ചു കളഞ്ഞാലും എല്ല് കത്തുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. എല്ല് കത്തുന്നില്ലെങ്കിലും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ തിയറി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ എല്ല് അവകാശപ്പെട്ടുകൊണ്ട് ഈ ആത്മാവ് എല്ലിരിക്കുന്നിടത്തേക്ക് വരും. ചിലപ്പോ ഈ ആത്മാവിന് ആ എല്ല് സൂക്ഷിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ മക്കളായിരിക്കും. അതുകൊണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ആ ആത്മാവിന് സാന്നിധ്യമുണ്ട്. ചിലപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തെന്നിരിക്കും. അപ്പൊ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഈ വ്യക്തി നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചൊക്കെ തന്നെയായിരിക്കും ഈ എല്ലുകളെ കൊണ്ട് വെക്കുന്നത്. അതായിരിക്കും. പക്ഷെ അടുത്ത ജന്മം കിട്ടുന്നത് വരെ, അടുത്ത മോക്ഷം കിട്ടുന്നത് വരെ ഈ ആത്മാവ് അവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും. എത്ര നാള് എന്നുള്ളത് നമുക്ക് കണക്കല്ല, അത് മറ്റു ശക്തികളുടെ കയ്യിലുള്ള കണക്കാണ്. പിന്നെ കൂടുതലും ഈ മരണശേഷം നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ വ്യക്തി മരണം ആഗ്രഹിച്ച് മരിക്കുന്ന ഒരു അവസ്ഥയാണ് മിക്കയിടത്ത് സംഭവിക്കേണ്ടത്. അതാണ് സംഭവിക്കേണ്ടത്. മരണം ആഗ്രഹിച്ച് മരിക്കണം. ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് മോക്ഷം കിട്ടിയാൽ മതി, എനിക്ക് അല്ലെങ്കിൽ സൃഷ്ടാവ ദൈവത്തിലോട്ട് അല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കുന്ന ആ ശക്തിയിലേക്ക്, ആ ദേവനിലോ ദേവിയിലോട്ടോ എനിക്ക് പോയാൽ മതി, എനിക്ക് ഈ ഭൂമിയിലെ ജീവിതം വേണ്ട എന്നും പറഞ്ഞ് ഒരാള് മരിക്കാൻ കാത്തിരുന്ന് മരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അവയവങ്ങള് ശരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ച് എന്നൊരു കണ്ടീഷൻ വന്നാലും ഈ വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹം തീർന്നു പോയതാണ്. അങ്ങനെയാണ് ഈ വ്യക്തി പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഈ ബാക്കി ഡെഡ് ബോഡിയിലെ അവയവങ്ങളൊക്കെ എടുത്ത് ആരെങ്കിലും എന്തൊക്കെ ചെയ്താലും ഈ വ്യക്തിക്ക് അതൊരു വിഷയം വരുന്നില്ല. പക്ഷെ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പൊ അങ്ങനെ വരുന്ന വ്യക്തിയുടെ
ഈ അവയവങ്ങൾ ബാക്കി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അറിവില്ലാത്തവർ എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള ശിക്ഷ പ്രകൃതിയിൽ നിന്നും ഈ അറിവില്ലാത്തവർക്ക് ഭാവിയിൽ കിട്ടും. അതിന്റെ കർമ്മഫലം അവരനുഭവിക്കേണ്ടി വരും. പക്ഷെ മരണം ആഗ്രഹിച്ചിരുന്ന് മരിക്കുന്ന ഈ വ്യക്തിയുടെ അവയവങ്ങൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഈ വ്യക്തിക്ക് ഇതൊരു വിഷയമല്ല. ഈ വ്യക്തി ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോയതാണ്. അപ്പൊ എന്റെ ഉടുപ്പ് ഞാൻ ഇട്ടിട്ട് മടുത്ത് എനിക്ക് ഈ ഉടുപ്പ് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ എവിടെയെങ്കിലും എടുത്ത് കളയുമ്പോൾ അത് ആരെങ്കിലും എടുത്ത് ഇട്ടാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ കാര്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഉടുപ്പ് വേറൊരാള് അത് എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് അയ്യോ എന്റെ നല്ലൊരു ഉടുപ്പ് പോയല്ലോ, എനിക്കത് വേണമായിരുന്നല്ലോ എന്ന ചിന്ത വരുന്നതാണ് ഈ പ്രശ്നം. അപ്പൊ ഉപേക്ഷിച്ച സാധനം കൊണ്ടുപോകണതിന് കുഴപ്പമില്ല. ഇതേപോലെ തന്നെയാണ് ഈ വിശുദ്ധന്മാരായി മരിക്കുന്ന വ്യക്തികളുടെ ശരീരമൊന്നും ജീർണിച്ചു പോകാതെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിന്റെ കാരണവും ഇതേപോലെയാണ്. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ അവർ ഏതാണ്ട് മോക്ഷപ്രാപ്തിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ പോസിറ്റീവിലേക്കോ ഏതെങ്കിലും ലെവലിലേക്കോ അവർ തൃപ്തരായി അവരുടെ പൂർണ്ണ സന്തോഷത്തോടെ പോകുന്ന അവസ്ഥയാണ് ഈ വിശുദ്ധരായി മരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവര് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോകുന്നതാണ്. അവർക്ക് പിന്നെ ഈ ആഗ്രഹം ഇല്ല. പക്ഷെ മറ്റതങ്ങനെയല്ല. മറ്റത് ആഗ്രഹം തീരാതെയുള്ള മരണമാണ് മിക്കത് സംഭവിക്കും. ഈ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒന്നും ആയിട്ടില്ല, അടുത്ത ജന്മത്തിൽ പലതും പഠിക്കാതെ പലതും ചെയ്യാം, പല ആഗ്രഹങ്ങൾ തീർക്കാം എന്നൊക്കെ പ്ലാൻഡ് ആയിട്ടായിരിക്കും ആ ആത്മാവിരിക്കുന്നത്. ആഗ്രഹം മനസ്സിലുണ്ടല്ലോ. അപ്പം ഈ ജന്മം ശരി ഇങ്ങനെയെങ്കിലും അങ്ങ് പെട്ടെന്ന് തീരും, എന്നിട്ട് അതിന്റെ അടുത്ത ജന്മത്തിൽ എനിക്ക് പഠിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ആഗ്രഹിച്ചായിരിക്കും ഗർഭപാത്രത്തിൽ ഒതുങ്ങി കൂടി കിടക്കുന്നത്. അപ്പോഴായിരിക്കും ദുർമരണപ്പെട്ടിട്ട് ഈ മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ കൊണ്ടുവന്ന് ഈ അവയവങ്ങൾ കൊണ്ട് അവിടെ വെക്കുമ്പോൾ പിന്നെ ഈ ആത്മാവിന് അടുത്ത ജന്മത്തിലോട്ട് പോകാൻ പറ്റൂല. കാരണം ആഗ്രഹം ഒന്നും ആയിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് മറ്റേ വ്യക്തികളിലൂടെയെങ്കിലും എനിക്ക് പല ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് അലിഞ്ഞു തിരിയും. അപ്പൊ അങ്ങനെ തിരിയണതിന് മുന്നമേ മറ്റ് അദൃശ്യ ശക്തികൾ ആ ആത്മാവിനെ കൊണ്ടുപോയ ഭാഗ്യം രക്ഷപ്പെട്ടു, അടുത്ത ജന്മം കിട്ടി അടുത്ത പഠിക്കാനായിട്ട് പോകും. പക്ഷെ അത് കൊണ്ടുപോയില്ലെങ്കിലോ ഇങ്ങനെ അലഞ്ഞു തിരിയണം എന്നൊരു വിധി ഈ ആത്മാവിന് ഒരു ശിക്ഷ പോലെ കൊടുത്തിട്ടുണ്ടെങ്കിലോ അത് അനുഭവിച്ചേ പറ്റും. ഇതാണ് ആ ഒരു അവസ്ഥ.